ഈശോയുടെ ഒപ്പമുള്ള ജീവിതം ഉണ്ടല്ലോ, യഥാർത്ഥത്തിലൊരു സെലിബ്രേഷൻ. സുവിശേഷം മുഴുവനും വായിച്ചോ, ഈശോയുടെ ഒട്ടിച്ചേർന്ന് നിന്നിട്ടുള്ള മനുഷ്യരെല്ലാം ലൈഫ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നിന്നെ അച്ഛൻ ക്ഷണിക്കുകയാണ്, സെലിബ്രേറ്റ് ചെയ്യണം. വചനം ലൂക്ക 15:21-24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ സംഗ്രഹിച്ചാൽ നമുക്കിങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ, ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ, കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ, നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. സെലിബ്രേറ്റ് ചെയ്യാണ്, മകൻ്റെ വരവ് സെലിബ്രേറ്റ് ചെയ്യാണ്. ഈശോയിലേക്ക് വന്ന സെലിബ്രേഷനാണ്. നല്ല കള്ളൻ കുരിശിൽ കിടക്കുന്ന സമയത്തുണ്ടല്ലോ, അവൻ ഈശോയോട് പറയുന്നുണ്ടല്ലോ, അങ്ങ് സ്വർഗത്തിലായിരിക്കും, എന്നെ ഓർക്കണേ. കർത്താവ് ആ നിമിഷം അവൻ്റെ വേദനയിലും പറയാണ്, നീ ഇന്ന് എന്നോടൊപ്പം പറുദീസയിലായിരിക്കും. ആ മരണത്തിൻ്റെ മുനമ്പിലും സെലിബ്രേറ്റ് ചെയ്യാൻ അവനൊരു അവസരം ദൈവം കൊടുക്കാൻ. സെലിബ്രേഷനാണ്. ഈ ലോകം നീ എത്ര എക്സ്പ്ലോർ ചെയ്താലും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് താൽക്കാലികമാണ്. ഈശോയുടെ ഒരു പ്രണയത്തിൽ വന്ന പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴപ്പെട്ട സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. സെലിബ്രേറ്റ് യുവർ ലൈഫ് വിത്ത് ജീസസ്. എൻ്റെ മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ജീസസ് ഐ ലവ് യു. ഈശോ തന്നെ അനുഗ്രഹിക്കട്ടെ.